ഹലോ ഓൾ, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരട്ടത്തലച്ചി പക്ഷിയുടെ അഥവാ ബുൾബുളിൻ്റെ മുട്ടയും അടയിരിക്കുന്നതിനെയൊക്കെ പറ്റിയുള്ള വിശേഷങ്ങളാണ്. ഇന്നത്തെ ഒരു സർപ്രൈസും ഉണ്ട് കേട്ടോ. 2 മുട്ട കേട്ടോ ഈ കൂട്ടിലുള്ളത്. സാധാരണ 2-3 മുട്ടയാണ് ഈ കിളികൾ ഇടാറുള്ളത്. നല്ല മഴയാണ് നമ്മുടെ കേരളത്തിലിപ്പോൾ. അപ്പോൾ ഈ മഴയത്തും കാറ്റത്തും ഒക്കെ ഇടയ്ക്കുണ്ടാകുന്ന നല്ല ചൂടുള്ള വെയിലത്തും ഒക്കെ ഈ മുട്ടയ്ക്ക് ഇങ്ങനെ അടയിരുന്നതിനെ സംരക്ഷിക്കുകയാണ് ഈ അമ്മക്കിളി. കണ്ടില്ലേ, 2 മുട്ട കേട്ടോ ഉള്ളത്. ഇലകളൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ടൊരു വ്യൂ കാണാനില്ല, എന്നാലും ചെറുതായിട്ട് കാണാം. ഇത് ചുവന്ന കളറാണ് കേട്ടോ മുട്ടയ്ക്ക്. ചെറിയ മുട്ടയാണ്. കാടമുട്ടയുടെ പോലും അത്രയും വലുപ്പം ഇതിനില്ല. ഇച്ചിരി ചെറുതാണ്, കാടമുട്ടയേക്കാൾ ചെറുതാണ്. ഇടയ്ക്ക് തീറ്റ തേടി പോയ ശേഷം കിളി വന്നിട്ട് എൻ്റെ ഈ കൊമ്പിൽ ഈ ചെമ്പരത്തിയുടെ കൊമ്പിലൊക്കെ ഇരുന്ന് പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ചിട്ട് സേഫാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ വീണ്ടും വന്ന് അടയിരിക്കാറാണ് പതിവ്. കണ്ടില്ലേ, മഴ പെയ്യുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ തല അങ്ങ് ഉള്ളിലോട്ട് വെക്കും. അതിനുശേഷം ചിറക് വിരിച്ച് ആ മുട്ടയ്ക്കൊരു പ്രൊട്ടക്ഷൻ കൊടുത്താട്ടോ വെറ്റകൾ ഇരിക്കാറ്. 2 കിളികളുണ്ട്, പേര്. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള കിളി എന്ന് പറയുമ്പോൾ 2 എണ്ണം കൂടെ പറന്ന് ഒരു മരത്തിൽ വന്നിരിക്കും. എന്നിട്ട് സ്ഥലമൊക്കെ വീക്ഷിച്ച ശേഷം അമ്മക്കിളി വന്ന് കൂട്ടിലടയിരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നടക്കുന്നത്. അമ്മക്കിളി കൂട്ടിലടയിരിക്കുന്ന സമയത്ത് മറ്റേ കൂടെ വന്ന പക്ഷി, എൻ്റെ ഇണപ്പക്ഷി എന്ന് പറയുമ്പോൾ അത് പറന്ന് ദൂരോട്ട് പോവുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. കണ്ടില്ല, നമ്മുടെ ഒരു ചെമ്പരത്തിയിലാണ് ഇതിൻ്റെ കൂടുള്ളത്. ഇതിനെങ്ങനെ നമ്മൾ ഇടയ്ക്ക് വീക്ഷിക്കാറുണ്ട്. ഇപ്പോൾ ഒരു 10 ദിവസമായി കാണും. കൂടുണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരു 10 ദിവസമായി. മുട്ടയിട്ടിട്ട് ചിലപ്പോൾ 8-9 ദിവസമായി കാണും ഏകദേശം, കറക്റ്റ് അറിയില്ല. അപ്പോൾ ഈ ഒരു പക്ഷിയെയും കൂടിനെയും ഇതിൻ്റെ മുട്ടയൊക്കെ നമ്മൾ നിരീക്ഷിച്ച് വന്നപ്പോൾ നമുക്ക് വേറൊരു സർപ്രൈസും കൂടെ ഉണ്ടായി. അത് ഈ വീഡിയോയിൽ വരുന്നുണ്ട്, കാണാം. ദിവസവും കുളിക്കാൻ ഇഷ്ടമുള്ളൊരു കിളിയാണ് ബുൾബുൾ എന്നാണ് അറിയുന്നത്. പക്ഷേ ഇത് മഴ നനഞ്ഞ് അതിൻ്റെ തൂവലൊക്കെ ഉണക്കും കേട്ടോ. ഈ കൂടിൻ്റെ പരിസരത്തൊക്കെ മറ്റ് കിളികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കൊത്തി ഓടിക്കും, ഈ കൂടുള്ളത് കൊണ്ട്, മുട്ടകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ ഈ കിളിയും കൂടുമൊക്കെ നിരീക്ഷിക്കുന്ന സമയത്താണ് എനിക്ക് നല്ലൊരു സർപ്രൈസ് കിട്ടിയത്. അതെന്തായാലും ഒന്ന് കണ്ടുനോക്കാം. കണ്ടോ, ഈ ഒരു കൂടിനോട് ചുറ്റിപ്പറ്റിയാണ്
കൂടുതലും ഈ കിളികൾ അങ്ങനെയുള്ള ചുറ്റപ്പെട്ട മരത്തിലാണ് കൂടുതൽ ഈ കിളികൾ വന്നിരിക്കാറുള്ളത്. ഇതിൻ്റെ പെയറായിട്ടുള്ള കിളിയും വന്നിരിക്കാറുള്ള അങ്ങനെയുള്ള മരത്തിലാണ്. ഇങ്ങനെ കിളിയുടെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നപ്പോഴേട്ടോ ഞാൻ വേറൊരു കാഴ്ച കണ്ടത്. അപ്പുറത്തൊരു വട്ടമരം എന്ന് വെച്ചാൽ പൊടിയൈനി എന്നൊക്കെ പറയും, ആ മരത്തിലൊരു കുഞ്ഞു കിളി ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഏത് കിളിയുടെ കുഞ്ഞാണെന്ന് ആദ്യം എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ പിന്നെ മനസ്സിലാക്കാൻ പറ്റി. അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അമ്മക്കിളി അതിന് ആഹാരം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. നോക്കിക്കോ, ഏതാണ് അതിൻ്റെ അമ്മയെന്ന് ഇപ്പോൾ കാണാൻ പറ്റും. കണ്ടില്ലേ, ചെറിയതാണ്, കണ്ടില്ലേ, അതൊരു ബുൾബുളാണ്. ഭയങ്കര സർപ്രൈസായി ഇപ്പോൾ ഇങ്ങനെ കുഞ്ഞിനെയും അതിന് തീറ്റ കൊടുക്കുന്ന അമ്മക്കിളിയെയും കണ്ടപ്പോൾ. ശരിക്കും പറഞ്ഞാൽ അന്നേരം ഞാൻ ചിന്തിച്ചു, 2 മുട്ടയേ ഉള്ളൂ, അത് വിരിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഈ കുഞ്ഞിവിടെ വന്നത് എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് വേറെ കുടുംബം കേട്ടോ. ഈ കുഞ്ഞും ഈ കുഞ്ഞിന് തീറ്റ കൊടുക്കുന്ന കിളികളും അത് വേറെ കുടുംബം, ഇവർ വേറെ കുടുംബം. ഇവർ മുട്ടയിട്ടിട്ട് അടയിരിക്കുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ 8-9 ദിവസം 7-8 ദിവസമായിട്ടുണ്ടാവുള്ളൂ ഇവർ മുട്ടയിട്ട് അടയിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ കുഞ്ഞുള്ളത് കൊണ്ടാണ് മറ്റ് കിളികൾ ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ ഇതുങ്ങൾ ഓടിക്കുന്നത്. കണ്ടില്ലേ, കരിയില കിളിയൊക്കെ വരുമ്പോൾ ഇത് ഓടിക്കുന്നുണ്ട്. പരിസരമൊക്കെ വീക്ഷിച്ചതിന് ശേഷം മാത്രമേ ഇത് കുഞ്ഞുങ്ങൾക്കായാലും ആഹാരം കൊടുക്കൂ. എനിക്ക് സംശയമുണ്ടായി, ഇതെങ്ങനെയാണ് ഈ 2 മുട്ട 14 ദിവസത്തിന് മുന്നേ വിരിഞ്ഞത്, ഞാൻ വായിച്ചറിഞ്ഞതൊക്കെ തെറ്റായ വിവരങ്ങളാണോ എന്നൊക്കെ സംശയം ഉണ്ടായപ്പോൾ ഞാൻ നമ്മുടെ കൂട്ടിൽ വന്ന് നോക്കി കേട്ടോ. അപ്പം ശരിയാണ്, 2 മുട്ട വിരിഞ്ഞിട്ടില്ല, അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അത് വേറെ കുടുംബമാണ്, ഇവർ വേറെ കുടുംബമാണെന്നൊക്കെ. ഇതിന് മുന്നേ ഞാനൊരു ലോങ് വീഡിയോ അതിനകത്ത് ശരിക്കും 4 പക്ഷികൾ വരുന്നുണ്ട്. ഈ ഒരു ബുൾബുൾ തന്നെ 4 പേര് വരുന്നുണ്ട്. അത് 2 കുടുംബക്കാരായിരുന്നു. ഞാൻ ഇന്നാണ് തിരിച്ചറിയുന്നത് കേട്ടോ. ഈ മുട്ട വിരിഞ്ഞിട്ടില്ല, വിരിയാറായിട്ടുമില്ല. ഇനി കുറച്ച് ദിവസം കൊണ്ട് എടുക്കും, 5-6 ദിവസം കൊണ്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഒരു കണക്ക് കൂട്ടലാണ് 7-8 ദിവസം. ഇനി എത്രയാണ് കറക്റ്റ് എന്ന് അറിയില്ല. ഇപ്പോൾ കണ്ടോ, ഏതാണ് ശരിക്കും മുട്ടയുടെ അവകാശം ഏതാണ്, കുഞ്ഞിൻ്റെ അവകാശം ഏതാണ് എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ചിന്തിച്ചു, ഇപ്പം 2 അല്ലെങ്കിൽ 3 മുട്ടയാണ് സാധാരണ ഈ ബുൾബുൾ ഇടാറ്. അപ്പോൾ ഇതിനകത്ത് ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരെണ്ണം വിരിഞ്ഞില്ലേ എന്നൊക്കെ സംശയം തോന്നി. പിന്നെ അതിനുള്ള അടുത്തുള്ള ചെടികളിലൊക്കെ ഞാൻ നോക്കി എവിടെയെങ്കിലും ഇതിൻ്റെ കൂടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. പക്ഷെ ഒന്നും കൂടൊന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് താഴെ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല കാടുണ്ട്, ചെറുതായിട്ട് നല്ല കാട്, നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത വഴികളുണ്ട്. ചിലപ്പോൾ അവിടെ എങ്ങാനും ആയിരിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊരു ചെറിയ കുഞ്ഞാട്ടോ. ഇതിന് അധികം അങ്ങനെ ഉയരത്തിലോട്ടൊന്നും പറന്ന് കയറാൻ പറ്റാത്തൊരു കുഞ്ഞാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കൂട്ടിൽ അടയിരിക്കുന്ന അമ്മക്കിളി വരുകയും ചെയ്തു. അപ്പോഴാണ് എനിക്ക് കൺഫേം ആയത് അവർ വേറെ ഫാമിലിയാണ്, ഇവർ വേറെ ഫാമിലിയാണെന്നുള്ളത്. പിന്നീട് കണ്ടത് കുറച്ച് വിഷമമുള്ള കാര്യം കേട്ടോ. ഈ കിളിക്കുഞ്ഞിരിക്കുന്ന സ്ഥലത്ത് കണ്ടോ, നല്ല കാറ്റ് വീശുമായിരുന്നു. ആ സ്ഥലത്ത് മാത്രമല്ല, മൊത്തത്തിൽ കാറ്റുണ്ടായിരുന്നു. മഴ വരാൻ പോകുന്നൊരിതായിരുന്നു. ശരിക്കും ആ കുഞ്ഞ് മുറുകെ പിടിച്ചിരിക്കുന്ന കാണുമ്പോണ്ടല്ലോ നല്ല വിഷമം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കിളികൾക്ക് അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കഴിവുണ്ടല്ലോ, നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. കണ്ടോ, അത് നല്ല ചെറിയ കിളിയാണത് കേട്ടോ. നല്ല വിഷമിക്കുന്നുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതിന് ശേഷം നിങ്ങൾ കണ്ടു നോക്ക്. നല്ല മഴയും കാറ്റുമായിരുന്നു കേട്ടോ. മഴയൊക്കെ കഴിഞ്ഞിട്ടാണ് വേറൊരു കാഴ്ച കാണുന്നത്. ഈ കുഞ്ഞു കിളിയുടെ പേരൻസിൽ ഒരാൾ, മെയിലാണോ ഫീമെയിലാണോ എന്നറിയത്തില്ല, പക്ഷേ മെയിലാണെന്ന് തോന്നുന്നു. അതിനൊരു കുറച്ച് വ്യത്യാസമുണ്ട്. സാധാരണ ഈ കിളികളിലെ മെയിലിനെയും ഫീമെയിലിനെയും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു ഫാമിലിയിൽ ഒരാൾ നല്ല ബ്ലാക്ക് കളേർഡായിട്ടാണ് കാണപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു അതാണ് മെയിലെന്ന് തോന്നുന്നു. ഈ കുഞ്ഞിക്കിളി സ്ഥലമൊക്കെ മാറിയിരുന്നു കേട്ടോ. നേരത്തെ ഇരുന്ന സ്ഥലത്തു നിന്നൊക്കെ മാറി ഇങ്ങോട്ട് മാറിയിരുന്നു കണ്ടോ. ആ പക്ഷിയുടെ അമ്മ പക്ഷി കൊണ്ടുവന്ന് തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് പറക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് പറക്കാൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ.
പിന്നെ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നു ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത ശേഷം കേട്ടോ ഇതിലും വലിയൊരു സർപ്രൈസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അതെന്തുവാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ചെറിയ കുട്ടികൾ നടക്കാറാവുമ്പോൾ അവർക്ക് കാണുന്നിടത്തോട്ടൊക്കെ ഇങ്ങനെ ഓടി എഴഞ്ഞൊക്കെ പോകത്തില്ലേ, അതുപോലെ തന്നെ ഈ കുഞ്ഞിക്കിളി കാണുന്ന കൊമ്പിലൊക്കെ ചാടി ചാടി കയറുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മഴയൊക്കെ കഴിഞ്ഞപ്പോൾ. എന്നിട്ട് ഏറ്റവും സേഫായിട്ടുള്ള നല്ലൊരു കൊമ്പിൽ കയറി ഇരുന്നിട്ട് തൂവലൊക്കെ ഉണക്കി കൊത്തിപ്പറക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആകെക്കൂടി ഇപ്പോൾ ഈ മുട്ടയ്ക്ക് അടയിരിക്കുന്ന കിളിയും അതിൻ്റെ പേരും പിന്നെ ഈ ഒരു കുഞ്ഞിക്കിളിയും പിന്നെ ഇതിൻ്റെ പേരൻസ് എന്ന് തോന്നിക്കുന്ന 2 പേരുമാണ് ഇവിടെ സ്ഥിരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്തൊക്കെ ഈ ഇത്രയും ഒരു 5 കിളികളെ, 4 വലിയ കിളികളെയും ഒരു കുഞ്ഞു കിളിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ വന്ന വലിയ സർപ്രൈസ് എന്തെന്ന് വെച്ചാൽ കുറച്ച് നേരത്തേക്ക് പിന്നെ ഇതിനെ കണ്ടില്ല കേട്ടോ. ഈ ഒരു അയനിയിൽ വട്ടയിലിരുന്ന കിളിക്കുഞ്ഞിനെ പിന്നെ കണ്ടില്ല. കുറച്ച് നേരം കഴിഞ്ഞ് 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വൈകിട്ടായപ്പോഴത്തേക്ക് നമ്മുടെ തേക്കിൻ്റെ മരത്തിൽ ചെറിയ കിളിയുടെ സൗണ്ടും വലിയ കിളിയുടെ സൗണ്ടും, ഇത് ഈ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സൗണ്ടാണ്. എന്ന് വെച്ചാൽ ഈ തള്ളക്കിളികൾ കുഞ്ഞിനെ കരഞ്ഞിട്ട് വിളിക്കാറുണ്ടല്ലോ, അങ്ങനെ വിളിക്കുന്ന സൗണ്ടും ഈ കുഞ്ഞു കിളികളിരുന്ന് കരയുന്ന സൗണ്ടും കേട്ടു. അങ്ങനെയാണ് കേട്ടോ ഞാൻ അപ്പോഴും ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞിക്കിളി അങ്ങോട്ട് സ്ഥലം മാറി പറന്നിരുന്നു, ഇത്രയൊക്കെ പറക്കാനതിന് കഴിഞ്ഞോ എന്നൊക്കെ ചിന്തിച്ച് ഞാനിങ്ങനെ നോക്കാൻ പോവായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. നമ്മൾ പറഞ്ഞല്ലോ ആദ്യം തന്നെ, ഈ കിളികൾ സാധാരണ 2 അല്ലെങ്കിൽ 3 മുട്ടയാണ് സാധാരണ ഇടാറുള്ളത്. അവിടെ ചെന്നപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടി. നമ്മൾ കണ്ടത് കൂട്ടത്തിൽ ഏറ്റവും ചെറിയവനെയാണ്. ശരിക്കും പറഞ്ഞാൽ 3 മുട്ടകൾ വിരിഞ്ഞ് 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ചെറിയവൻ വലിയവന്മാരുടെ അടുത്തുനിന്ന് കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു കൂടുതൽ പേരൻസ് കെയർ ചെയ്യുന്നത് ആ ചെറിയവനെയാണെന്ന് തോന്നുന്നു. അവനങ്ങോട്ട് വളർന്ന് വരുന്നതിലുള്ള അതായിരിക്കാം. കണ്ടോ, ഇപ്പോൾ അവരോട് ചേർന്നിരിക്കുകയും ചെയ്യും. കുറേ സമയം നോക്കി കേട്ടോ അതുങ്ങളെ. ഇതിൻ്റെ പേരൻസ് ഇടയ്ക്ക് വന്നതിന് തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഏകദേശം ഒരു വൈകിട്ട് സമയം ആയപ്പോൾ, വൈകിട്ട് വരെ വെയിലൊക്കെ മാറി ഒരു 6 മണി 7 മണി സമയത്ത് വരെ പേരൻസ് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വന്നും പോയൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ ഈ 2 വലിയ കിളികൾ എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല, പക്ഷെ കുഞ്ഞുങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ നമ്മുടെ അടയിരിക്കുന്ന അമ്മക്കിളി അവിടെ അടയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇപ്പോൾ ഇനി കുഞ്ഞുകിളിയൊക്കെ പറന്നു പോയിട്ടുണ്ടാവും, മറ്റേ ഫാമിലി പറന്നു പോയിട്ടുണ്ടാവും എന്നൊക്കെ. പക്ഷേ നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ട് കേട്ടോ ഇവരുടെ സൗണ്ട് പ്രത്യേകതരായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഈ കുഞ്ഞുകിളികളുടെ. എന്നുവെച്ചാൽ ഈ അമ്മക്കിളികൾ തീറ്റയായിട്ടൊക്കെ വരുമ്പോൾ ഇവരുടെ പ്രത്യേക സൗണ്ട് നമുക്ക് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ 2 പേരെ കണ്ടുള്ളൂ കേട്ടോ. കുഞ്ഞിനെ കാണാത്തതുകൊണ്ടൊരു വിഷമമായിരുന്നു. പക്ഷേ പിന്നെ അടുത്ത് തന്നെ ഇരിക്കുന്നതായിട്ട് കണ്ടു കേട്ടോ. അവൻ കുറച്ച് മാറി അപ്പുറത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കിളികളുടെയൊക്കെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്